എല്ലാവർക്കും നമസ്തേ. നമ്മളുടെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ എത്രമാത്രം ക്രിമിനൽ വൽക്കരിച്ചു ഈ CPM എന്ന് പറയുന്ന പാർട്ടി എന്നുള്ളത് നമ്മൾക്ക് മുന്നിൽ തുറന്ന് കാട്ടുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കാലടി സർവകലാശാലയിൽ ഉണ്ടായ സംഭവം. അവിടെ ഇന്നലെ എന്താണ് നടന്നത്? അവിടെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം നടക്കുമ്പോൾ ഒരു പറ്റം SFIക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് CPMൻ്റെ പോഷക സംഘടനയായ അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ SFIയുടെ നേതൃത്വത്തിൽ എന്താണ് നടന്നത്? അവിടുത്തെ VCയെ പ്രതീകാത്മകമായി സംസ്കരിക്കുന്ന, ജീവനോടിരിക്കുന്ന അവരെ സംസ്കരിക്കുന്ന പ്രതീകാത്മക സമരമാണ് അവർ നടത്തിയത്, ചടങ്ങുകളാണ് അവിടെ നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ പാരമ്പര്യം അനുസരിച്ച് എന്താണ് നമ്മൾ ആചരിച്ചു വന്നുകൊണ്ടിരുന്നത്? മാതാപിതാ ഗുരുർ ദൈവം, അതായത് മാതാവിനും പിതാവിനും ശേഷം ഗുരുവും കഴിഞ്ഞാണ് നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതായത് ദൈവത്തിനും മുകളിലാണ് ഗുരുവിൻ്റെ സ്ഥാനം. നമ്മൾക്ക് അറിവ് പകർന്ന് തരുന്നത് അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്നും ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നവരാണ് ഗുരുക്കന്മാർ. അത്രമാത്രം പവിത്രമായ സ്ഥാനമാണ് നമ്മൾ അധ്യാപകർക്ക് അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് നൽകിക്കൊണ്ടിരുന്നത്. നമ്മളുടെ ഒരു സൂക്തം തന്നെ അറിയാം, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. ഗുരുവാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും, സാക്ഷാൽ പരബ്രഹ്മവും ഗുരുവാണ്. ആയതിനാൽ ആ ഗുരുവിനെ ഞാൻ നമിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ആ സംസ്കാരത്തിൽ നിന്ന് നമ്മളുടെ ഒരു വിഭാഗം കുട്ടികളെ അടർത്തി മാറ്റി അവരെ സമൂഹത്തിലെ അക്രമികളും ക്രൂരന്മാരും ആക്കി തീർക്കുകയാണ് CPM എന്ന് പറയുന്ന ആ സംഘടന ചെയ്തത്. അത് അവർ ചെയ്തതും മറ്റൊന്നിനുമല്ല, ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യണം, കുട്ടിച്ചോറ് ആക്കണം. അതിന് ഈ വളർന്നു വരുന്ന സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് CPM ഇത്തരം നടപടികളിലൂടെ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ അക്രമികളായി മാറ്റി തീർത്തത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ SFIയുടെ ഒരു നേതാവ് സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിനിയോട് പറഞ്ഞത് എന്താണ്? നിനക്ക് അച്ഛനില്ലാത്ത കുട്ടിയെ ഉണ്ടാക്കി തരും എന്നാണ് പറഞ്ഞത്. അത്രമാത്രം അധപ്പതിക്കുന്ന നിലയിലേക്ക് ഒരു വിഭാഗം വിദ്യാർത്ഥി സമൂഹത്തെ എത്തിച്ചത് CPM ബോധപൂർവം എടുത്ത നടപടികൾ ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ള ഏക ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ ഈ ഒരു സംഘത്തിൻ്റെ പിടിയിലകപ്പെടാൻ കാരണം എന്താണ്? എന്ത് അക്രമം കാണിച്ചാലും, എന്ത് തോന്നിയവാസം കാണിച്ചാലും CPM തങ്ങളെ സംരക്ഷിക്കും. അത് കൊലപാതകമായാൽ പോലും CPM തങ്ങളെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ ഒരു ശതമാനം വിദ്യാർത്ഥികൾ ഇതുമായിട്ട് സഹകരിക്കാൻ, ആ മനോഭാവമുള്ള വിദ്യാർത്ഥികൾ ഇത് സഹകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് പരുമല ദേവസ്വം ബോർഡ് കോളേജിൽ നടന്ന സംഭവം. കിം കരുണാകരൻ ഉൾപ്പെടെ 3-4 വിദ്യാർത്ഥികളെ ഇവർ നിഷ്ഠുരമായി കൊന്ന കാര്യം. ഒരു സമരത്തിനിടയ്ക്ക് ഈ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ചെന്നു. അവരവരുടെ ജീവൻ രക്ഷിക്കുന്നതിനായി തൊട്ടടുത്തുള്ള പമ്പാ നദിയിലേക്ക് എടുത്തുചാടി. എടുത്തിയാടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ SFIക്കാരെന്താണ് ചെയ്തത്? കരയിൽ നിന്ന് അവർ നീന്തി കരയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി എറിഞ്ഞു കൊല്ലുകയാണ് ചെയ്തത്. അവർക്കെന്ത് സംഭവിച്ചു? അവരെ CPM പൂർണ്ണമായി സംരക്ഷിച്ചു. അതിനകത്തിലെ പ്രതികൾ, അതിനകത്ത് തെളിവുണ്ടായിട്ടും സാക്ഷികളുണ്ടായിട്ടും അവരെ ശിക്ഷിക്കാതെ അവരെ കുറ്റത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിന് പോലീസുകാരും സഹായം ചെയ്തു കൊടുത്തു. പോലീസുകാരുടെ കാര്യം അറിയാം, നല്ലൊരു ശതമാനം പോലീസുകാർ CPMകാരാണ്. അവരും
അവർക്കും നീതിയല്ല അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്, CPMൻ്റെ നയങ്ങൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. CPMൻ്റെ നയം എന്താണ്? ഉന്മൂലനാശം, അതായത് വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക. ഇന്ത്യയിൽ അത് വ്യാപകമായി അവർക്ക് നടത്താൻ കഴിയാത്തത് എന്തെന്ന് വെച്ചാൽ ഭരണം അവരുടെ കയ്യിലല്ലാത്തതുകൊണ്ട്. എന്നാൽ അവർ ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനങ്ങളിൽ അവരത് കുറേയേറെ നടപ്പാക്കുകയും ചെയ്തു. തുടർച്ചയായി 10, 20, 30 വർഷം ഭരിച്ചിരുന്ന, 35 വർഷം ബംഗാളിൽ ഭരിച്ചിരുന്നു. ആ ബംഗാളിലും ത്രിപുരയിലും അവർ ഈ അവരുടെ ആ ഉന്മൂലന സിദ്ധാന്തം വളരെയേറെ നടപ്പാക്കി. കേരളത്തിൽ മാറി മാറി ഭരണം വന്നതുകൊണ്ട് മാത്രം അവർക്ക് പൂർണ്ണമായിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവർ രാഷ്ട്രീയ എതിരാളികളെ അവർ വളരെയേറെ കൊന്നു തള്ളുന്നത് നമ്മൾ കണ്ടതാണ്. അത് തന്നെയുമല്ല, ഇതിൻ്റെ കൂടി അതായത് ഈ CPMൻ്റെ പോഷക സംഘടനയായ SFIയിൽ കൂടി ഇങ്ങനെ അക്രമമായിട്ട് മുന്നോട്ട് പോയാൽ ഭാവിയിൽ അവർക്ക് തൊഴിലിനാണെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്നുള്ളതും അവർ തെളിയിച്ചു തന്നതാണ്. അത് നമ്മൾ കണ്ടതാണ്. PSC പരീക്ഷ തന്നെ, പരീക്ഷ എഴുതാൻ വീട്ടിൽ നിന്ന് SFI നേതാവിൻ്റെ വീട്ടിൽ നിന്ന് പരീക്ഷ അടിച്ചു, ഉത്തരക്കടലാസും എല്ലാം നമ്മൾ കണ്ടെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഇതേപോലെ അക്രമങ്ങൾ നടത്തുന്നവർക്ക് ഇവരുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ ജോലി കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. മഹാഭൂരിപക്ഷം വരുന്ന സഹകരണ സംഘങ്ങളും ഇവരുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് ആ സഹകരണ സംഘങ്ങളിലെയൊക്കെ ജീവനക്കാരെ നമ്മൾ നോക്കിയാൽ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എല്ലാം CPMകാരും അതിനകത്ത് നല്ലൊരു ശതമാനത്തിനും ഇതേപോലെ ഉള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ അതിനകത്തിൽ അക്കോമഡേറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇതൊക്കെ കാരണം കുറേയേറെ വിദ്യാർത്ഥികൾ ഇതിനകത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് അവർ CPMൻ്റെ അതേ പാതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ CPMൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, വിദ്യാർത്ഥി സമൂഹത്തെ ഇങ്ങനെ ക്രിമിനൽ വൽക്കരിച്ച് ദേശീയ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുക, അതായത് നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടയാൻ ഇതേപോലൊരു കൂട്ടത്തിനെ വളർത്തിയെടുത്ത് ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് CPMൻ്റെ ലക്ഷ്യം തന്നെ. അവർക്ക് നമ്മുടെ ഈ രാജ്യം, ഭാരതം എന്ന സങ്കല്പത്തോട് തന്നെ ഒരു കൂറുമില്ലാത്തവരാണ്. അവരുടെ വാഗ്ദത്ത ഭൂമിയായി കരുതുന്ന ചൈനയെക്കാൾ ഒരിക്കലും ഇന്ത്യ ഉയർന്നു വരരുത് എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം തന്നെ. അതിനുവേണ്ടി ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സമൂഹം തിരിച്ചറിയണം. തങ്ങളുടെ കുട്ടികൾ ഇതേപോലുള്ള അക്രമ സംഘങ്ങളിൽ ചെന്ന് പെടാതിരിക്കുന്നതിനായി മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. പല മാതാപിതാക്കളും ചെയ്യുന്നത് എന്താണ്? SFIയിൽ പ്രവർത്തകനായി അല്ലെങ്കിൽ പ്രവർത്തകയായി തങ്ങളുടെ മക്കൾ പോയാൽ അവനെന്ത് അക്രമം കാണിച്ചാലും കുഴപ്പമില്ല, ഭാവിയിൽ ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല മിടുക്കുള്ളവർക്ക് ആ ഒരു മത്സരത്തിൽ കടന്നുകൂടാൻ കഴിയുകയുള്ളൂ. പക്ഷെ ചുളുവിന് ഇതേപോലെ പിൻവാതിലിൽ കൂടിയൊക്കെ നമ്മൾ കാണുന്ന പിൻവാതിൽ നിയമനങ്ങളും കാണുന്നുണ്ട്. PSC പരീക്ഷ എഴുതി ജോലിക്കായി നിരവധി ചെറുപ്പക്കാർ കാത്തിരിക്കുമ്പോൾ പിൻവാതിലിലൂടെ CPMകാർ അവരുടെ പ്രവർത്തകരെ തിരികെ കയറ്റുന്നത് നമ്മൾ കണ്ടതാണ്. PSC എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ ഇവർ ദുരുപയോഗപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. PSCയുടെ തലപ്പത്തിരിക്കുന്നതെല്ലാം ആരാണ്? PSC അംഗങ്ങളായിട്ടിരിക്കുന്നവർ എല്ലാം ഇതേപോലുള്ള വിദ്രോഹ പ്രവർത്തനം നടത്തി പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിട്ട് വന്നവരാണ് ഇതിനകത്ത് PSC അംഗങ്ങളിൽ ഭൂരിപക്ഷവും. അപ്പോൾ സംവിധാനങ്ങളെ മൊത്തം ഈ രീതിയിൽ ഭാരതത്തിൻ്റെ ഭരണഘടന അനുസരിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് വരുന്നവർ കാണിക്കുന്നത് മൊത്തം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് വളരെയേറെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റിപ്പോയാലും അവരെ നേർവഴിക്ക് നയിക്കാതെ അതിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അവർക്കറിയാം എന്ത് തെമ്മാടിത്തരമോ എന്ത് ക്രൂരതയോ കാണിച്ചാലും തങ്ങളുടെ മക്കളെ സംരക്ഷിക്കാൻ ഈ ഒരു പ്രസ്ഥാനം, CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഉള്ളതുകൊണ്ട്
അവർക്ക് ഒരു ഭാവിയിൽ ഒരു ജോലിയോ ഒന്നും അല്ലെങ്കിൽ ഒരു വരുമാനമോ ലഭിക്കാൻ തടസ്സമുണ്ടാകുകയില്ല എന്നുള്ള ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ട്, സ്വാർത്ഥ ചിന്തയുള്ളതുകൊണ്ടാണ് തങ്ങളുടെ കുട്ടികളെ ഇതേപോലെ വിദ്രോഹ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ദേശീയമായി ചിന്തിക്കുന്ന ജനവിഭാഗം ഇതിനെതിരെ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. അത് കുട്ടികൾ മാത്രം അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് കഥയില്ല. കുട്ടികളെക്കാൾ ഉപരി മുതിർന്ന ദേശീയവാദികൾ ഇക്കാര്യങ്ങൾ നിരന്തരം ജനങ്ങളുടെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കണം. അതിന് ഈ പണ്ട് കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും മറ്റുള്ളവരും യോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു യോഗങ്ങൾ കവലകളിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ആ ഒരു കവലയിൽ ഒരു യോഗം നടക്കുമ്പോൾ അതുവഴി കടന്നു പോകുന്നവർ അല്പനേരമെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു കവല പ്രസംഗങ്ങളും കവലകളിൽ നടക്കുന്ന യോഗങ്ങളും. അതിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള കാര്യങ്ങൾ, യോഗങ്ങൾ വീണ്ടും പുനരാരംഭിച്ച് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഏൽപ്പിക്കുന്ന കനത്ത പ്രഹരത്തെ കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരിക്കേണ്ട ആവശ്യം മനസ്സിലാക്കി അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ദേശീയവാദികളായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ വീണ്ടും തിരിച്ചു വരണം എന്നുള്ള കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അമാന്തം കാണിച്ചാൽ കാലമൊരിക്കലും ഇത്തരം സംഘടനകൾക്ക് മാപ്പ് നൽകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം നമ്മുടെ രാജ്യം ലോകത്തെ നയിക്കുന്ന ശക്തിയായി മാറണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ നേതൃത്വം, രാജ്യത്തിൻ്റെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പല കുത്തിത്തിരിപ്പുകളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് കണ്ടതാണ്. പാറ്റാ സമരത്തിൻ്റെ പേരിലായാലും, പാറ്റാ സമരം തന്നെ നമ്മൾ കണ്ടതാണ്. എത്രമാത്രം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ് അതിനകത്ത് നടന്നത്. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ നടക്കുന്ന ചില സംഘടനകൾ, ഡീപ് സ്റ്റേറ്റുകൾ പോലുള്ളവരുടെ സഹായം നേടിയെടുത്തുകൊണ്ട് വിദേശത്തു നിന്ന് സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്ത് കലാപം നടത്താൻ സൃഷ്ടിച്ചത് നമ്മൾ കണ്ടതാണ്. അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത് ആരാണ്? പിന്തുണ നൽകിയത് ആരാണ്? കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള ദേശവിരുദ്ധ ശക്തികൾ. ഇവർ തന്നെ ഈ കലാപം നടത്തിയ ഈ ചെറുപ്പക്കാരുടെ ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കുക. അവർ വിദ്യാർത്ഥികളായിരുന്നില്ല, വിദ്യാർത്ഥികളുടെ പേരിൽ സമരം നടത്തിയവരായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്തവരാരൊക്കെ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇവരെന്തുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ജാർഖണ്ഡിൽ അവിടെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി അവർ ശക്തമായി ജന്തർ മന്ദറിൽ കാണിച്ച പോലുള്ള സമരം നടത്തിയില്ല? എന്തുകൊണ്ട് CPM-ഓ SFI-യോ ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യുന്നില്ല? അവിടെ നടന്ന വമ്പൻ ക്രമക്കേടുകളാണ്. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അത് ഒരു സംസ്ഥാനം, BJP ഇതര സംസ്ഥാനത്ത് നടക്കുന്ന സംഭവമായതുകൊണ്ട് ഇവരതിൽ ഒരു രീതിയിലും സഹകരിക്കുകയില്ല, പങ്കെടുക്കുകയില്ല എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നതാണ്. ജന്തർ മന്ദറിൽ അവർ രാജ്യത്ത് ഗവൺമെൻറ്റിനെതിരായിട്ട് ഉള്ള സമരമാണ് നടത്തിയത്, രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു എന്ന് ആണ് ഇതിലൂടെ നമ്മൾക്ക് വ്യക്തമായിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളാണ് CPM-ഉം മറ്റുള്ളവരും നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കി അവരുടെ മുന്നിൽ, അഥവാ അവർ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഇക്കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ദേശീയവാദികൾക്കുണ്ട്, ദേശീയവാദികളുടെ സംഘടനകൾക്കുണ്ട്. ആ കടമ അവർ പാലിക്കുക, അവരാ നിർവഹിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ
രക്ഷിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനും ഉള്ള ഏക മാർഗം എന്നുള്ളത് ഇത്തരം ദേശീയവാദികളായ സംഘടനകൾ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹകരിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൽ വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി ഇത് ഷെയറും ചെയ്യുക.